നമസ്കാരം. പുതുവർഷത്തിൽ വിമാന നിരക്കുകളിൽ വലിയ വർധനവിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ. വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ്, പണപ്പെരുപ്പ സമ്മർദ്ദം, യാത്രയ്ക്കുള്ള സുസ്ഥിരമായ ആവശ്യം എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക ഘടകങ്ങൾ കാരണമാണ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുക എന്നാണ് വിദഗ്ധർ പറയുന്നത്. മിക്ക അന്താരാഷ്ട്ര റൂട്ടുകളിലും വിമാന നിരക്ക് 2% മുതൽ 14% വരെ വർദ്ധിക്കും എന്നാണ് ഗ്ലോബൽ ബിസിനസ് ട്രാവൽ അസോസിയേഷന്റെ റിപ്പോർട്ട്. ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലായിരിക്കും നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക. വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ 20 മുതൽ 30% വരുന്ന ഇന്ധന വിലയാണ് ഈ വർധനയുടെ പ്രധാന ഘടകം. എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും 2025 പ്രവചനങ്ങൾ 2020 മുൻപുള്ള നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന ശരാശരി ചെലവാണ് സൂചിപ്പിക്കുന്നത്. പ്രധാന വിപണികളിലെ പണപ്പെരുപ്പവും തൊഴിലാളി ക്ഷാമവും ആഗോളതലത്തിൽ എയർലൈനുകളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാനയാത്രയുടെ നിർണായക കേന്ദ്രമായ മിഡിൽ ഈസ്റ്റ് ആഗോള പ്രവണതകളെ പ്രതിഫലിപ്പിക്കും എന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ 2025 ദീർഘദൂര ഫ്ലൈറ്റുകൾക്ക് മിതമായ നിരക്ക് വർധനവ് ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രീമിയം ക്യാബിൻ ബുക്കിംഗുകൾ വർഷം തോറും 18% വർദ്ധിച്ചതായി UAE ആസ്ഥാനമായുള്ള കാരിയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എയർ അറേബ്യയും ഫ്ലൈ ദുബായിയും ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകുന്നവരാണ്. എന്നാൽ ഇന്ധനവില കുത്തനെ ഉയർന്നാൽ ഈ പ്രവണതയിലും മാറ്റങ്ങൾ ഉണ്ടാകും. വിമാന നിരക്ക് ഉയരുമെന്ന ഉറപ്പായ സ്ഥിതിക്ക് യാത്രക്കാർക്ക് നിരക്ക് ഇളവിനായി ചില മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക എന്നതാണ് അതിൽ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും. യാത്രയ്ക്ക് തൊട്ടു മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അമിത വിലയ്ക്ക് നയിക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ 2-3 മാസം മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ 20% വരെ ലാഭിക്കാവുന്നതാണ്. നിരക്ക് മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ആപ്പുകളും ടൂളുകളും എല്ലാം സ്ഥിരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ലേ ഓവറുകൾ തിരഞ്ഞെടുക്കുന്നത് ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ക്രെഡിറ്റ് കാർഡ് റിവാർഡുകൾ പ്രയോജനപ്പെടുത്തുന്നതും പരിഗണിക്കാവുന്നതാണ്. 2025 വിമാന നിരക്ക് 2020 മുൻപുള്ള നിലയിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ മാർഗങ്ങൾ യാത്രക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും ഗുണകരം.